Hi friends, I'm Sahir from Edure Learning. So ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അക്വയർ ചെയ്യേണ്ട 5 സ്കിൽസിനെ കുറിച്ചാണ്. So don't miss this video. Welcome to the new video of Edure Learning. So ആദ്യമായിട്ട് നമ്മളിൽ പലരും മെറ്റാവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാകും. എന്താണ് മെറ്റാവേഴ്സ്? മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3D ഇൻ്റർനെറ്റ് സ്പേസ് ആണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് 2D ഇൻ്റർനെറ്റ് ആണല്ലേ. സോ അത് 3D ആയാലും എങ്ങനെ ഇരിക്കും? അതിൻ്റെ അകത്തോട്ട് നമ്മളിന്ന് റിയലായിട്ട് കാണുന്നതെല്ലാം, ഓക്കെ, അതായത് ഷോപ്പിംഗ് മോൾസും തിയേറ്റേഴ്സും ഇവൻസും നിങ്ങളുടെ ഓഫീസ് സ്പേസും നിങ്ങളുടെ വീടും അങ്ങനെയുള്ള എല്ലാ സ്പേസും നമുക്ക് വിർച്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർനെറ്റ് സ്പേസിനെയാണ് നമ്മൾ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. മെറ്റാവേഴ്സ് എന്ന വേർഡിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അനങ്ങാതെ തന്നെ നമുക്ക് എന്താണ് യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ അവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളുടെ വീടിൻ്റെ വിരൽത്തുമ്പലിരുന്നു കൊണ്ട് നമുക്ക് ആ ഫീൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഇൻ്റർനെറ്റ് സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ വിർച്വൽ സ്പേസ് ആയിരിക്കും മെറ്റാവേഴ്സ് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള 5 സ്കിൽസ് അതാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1, AR or VR. AR or VR എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി. മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ തിയേറ്റേഴ്സ് ഉണ്ടാകും, ഷോപ്പിംഗ് മോൾസ് ഉണ്ടാകും, നമുക്ക് ഷോപ്പ് ചെയ്യാൻ എനേബിൾ ചെയ്യാൻ ഷോപ്പിംഗ് മോൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇവൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പം അത് നമുക്ക് റിയലായിട്ട് വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് വേണം, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി. അപ്പം ഏതൊരാൾക്കാണോ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ബേസ്ഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റി ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കഴിവുള്ളത്, അദ്ദേഹത്തിന് ഭയങ്കരമായ സ്കോപ്പായിരിക്കും. അത് മാത്രമല്ല, ഇത്തരം ആപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ എന്താണ്, ഇത്തരം ആപ്ലിക്കേഷൻസിൽ ഡേറ്റ ഉണ്ടാകും അല്ലേ. നമുക്ക് ആ ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഡേറ്റ റിട്രീവ് ചെയ്യാനും ആ ഡേറ്റ സ്ട്രക്ചർ ചെയ്യാനും ഒക്കെ കഴിവുള്ളവർക്കും എന്താണ് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഫസ്റ്റ് വൺ, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ഡേറ്റാ ബേസുകളെ കുറിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് ഇത്തരം ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് യൂസർ ഇൻ്റർഫേസുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ UI ഡിസൈനുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട കാപ്പബിലിറ്റിയാണ് ഗെയിമിഫിക്കേഷൻ. എന്താണ് ഗെയിമിഫിക്കേഷൻ? ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആപ്ലിക്കേഷനും ഗെയിമിഫൈഡ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അഡിക്റ്റീവ് ആക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ലോകത്തിലുള്ള മിക്ക ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് വാട്സപ്പ് തുറന്ന് നോക്കാറുണ്ട് അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഉപയോഗമുള്ള ഒരു കാര്യവുമില്ല, ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആണ് പോസ്റ്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ്, അത് അവർ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ, നമ്മളെ ഫ്രണ്ട്സ് ഒന്നും അതിനകത്ത് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ കൂടി നമ്മൾ എന്താണ് ഡെയിലി മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ അതിനകത്ത് കയറിയിരിക്കും. കാരണം എന്താണ്, നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ ആ പ്രോഡക്റ്റിന് അഡിക്റ്റ് ആയെന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് യൂസറിനെ മൾട്ടിപ്പിളി അഡിക്റ്റ് ആക്കാനുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ അത് അഡിക്റ്റായി പോകുന്നുള്ളതാണ്. സോ നമുക്ക് മെറ്റാവേഴ്സിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് യൂസറിനെ അഡിക്റ്റീവായിട്ട് നിലനിർത്താനായിട്ട് ഗെയിമിഫിക്കേഷൻസ് ആവശ്യവുമുണ്ട്. സോ ഇങ്ങനെ ഗെയിമിഫിക്കേഷൻ അല്ലെങ്കിൽ ഗെയിമിഫൈ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്താണ് ഭയങ്കരമായ സ്കോപ്പായിരിക്കും. ഗെയിമിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കുന്നത്? നമുക്ക് ഡിസൈൻ തിങ്കിങ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു യൂസർ എങ്ങനെ ആ പ്രോബ്ലത്തിനെ കാണുമെന്നും അതിനോട് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D ഡിസൈനിങ് ആണ്. നമുക്ക് വിർച്വൽ വേൾഡിൽ എന്താണ് ഇന്ന് നമ്മൾ ലോകത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം എന്താണ് നമുക്ക് 3D വേൾഡിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോലും പോകണ്ട, നമുക്ക് ക്യാഷ് എനേബിൾ ചെയ്യാൻ, നമുക്ക് വരുമാനം നേടാനായിട്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താൽ മാത്രം മതിയെന്ന് പോലും പറയും. ഞാൻ കഴിഞ്ഞ വീക്ക് ഒരു ഓൺട്രപ്രണറുമായിട്ട് മീറ്റ് ചെയ്തായിരുന്നു. അവരൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം. അവരെന്ത് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യം എന്താണ്, ഇപ്പോൾ നമുക്ക് മൂവ്മെൻറ്റിനാണല്ലേ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നടന്നു പോകാനാണ്. നമുക്ക് 2000 കണക്കുകൾ സൂചിപ്പിക്കുന്ന 2000 കാലഘട്ടത്തിലൊക്കെ ഒരു മനുഷ്യൻ ആവറേജ് 5000 സ്റ്റെപ്സ് നടക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പം കറൻ്റ്ലി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-1200 സ്റ്റെപ്പാണ്. അത് അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ 600-500 സ്റ്റെപ്പായിട്ട് കുറയും എന്നുവരെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിലൊന്നും അതിശയോക്തിയില്ല. അപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനെ കൂടുതൽ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, അതുവഴി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത്
എടുത്ത് വെക്കുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് അതിന് റിവാർഡ് കിട്ടും. ഈ റിവാർഡ് ക്രിപ്റ്റോ കറൻസിയിലായിരിക്കും. ഇവരെ നമുക്ക് എന്താണ് എക്സ്ചേഞ്ചിൽ കൊണ്ട് ബിനാൻസ് പോലുള്ള ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ കൊണ്ടിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കാശാക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് കാണുന്ന എല്ലാം നമുക്ക് എന്താണ് ഗെയിമിഫൈ ചെയ്യാനും അതുവഴി 3D ആപ്ലിക്കേഷൻസ് വരും. നമുക്ക് ഏൺ ചെയ്യാനായിട്ട് എന്താണ് ഈ ഒരു മെറ്റാവേഴ്സിൽ മാത്രം ഇരുന്നാൽ മതി എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിലുള്ള 3D ആപ്ലിക്കേഷൻസ് ഒരുപാട് വേണം. നമുക്ക് 3D ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് 3D മായ പോലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് സ്കില്ല് വേണം. നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എസ്പെഷ്യലി C++ഓ CO പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എക്സ്പേർട്ട് ആയിരിക്കണം. പിന്നെ ഒരു ഗെയിം എഞ്ചിൻ, യൂണിറ്റി എന്ന് പറയുന്ന ഗെയിം എഞ്ചിനുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് നൈപുണ്യം നേടിക്കഴിഞ്ഞാൽ, അതിലൊക്കെ സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പായിരിക്കും. നാലാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇത്തരം മെറ്റാവേഴ്സിൽ അല്ലെങ്കിൽ വിർച്വൽ വേൾഡിൽ നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻസ് നടക്കും. നമ്മളൊരു ഇവൻറ്റിൽ കയറണമെങ്കിൽ ഇവൻറ്റിന് ടിക്കറ്റ് എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് നടത്തുന്ന ഷോപ്പിങ്ങിന് നമുക്ക് എന്താണ് ടിക്കറ്റ്, ഷോപ്പിങ്ങിന് പേയ്മെൻറ്റ് എടുത്തുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ക്യാഷ് ആയിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ക്രിപ്റ്റോ കറൻസീസോ അല്ലെങ്കിൽ ഓൺലൈൻ കറൻസീസോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഓൺലൈൻ കറൻസീസ് ഉപയോഗിക്കുന്ന മെത്തഡോളജി അത് ബ്ലോക്ക് ചെയിൻ ആണ്. ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആ വീഡിയോ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. സോ ബ്ലോക്ക് ചെയിൻ എന്നുള്ള ടെക്നോളജി ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഡേറ്റ കാണുമല്ലോ, ഈ ഡേറ്റ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. വേറെ ആർക്കും അതിനെ ചേഞ്ച് ചെയ്യാൻ കഴിയാത്തതായിരിക്കണം. അതിനും ഇന്ന് നിലവിലുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ആണ്. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നോളജ് ഉള്ളവർക്ക് എന്താണ് ഹൈലി പെയ്ഡ് ആയിരിക്കും, അവർക്ക് നല്ലൊരു ഫോർച്യൂൺ ഉണ്ടാക്കാൻ കഴിയും. ആൻഡ് ലാസ്റ്റ് 5th സ്കിൽ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ സെയിൽസ് ആണ്. നമ്മൾ എത്രയൊക്കെ ലോകം വലുതായെന്ന് പറഞ്ഞാലും ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഒരു ഫീൽ, നമുക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബീയിങ്സ് ആണ് നമ്മളല്ലേ ഹ്യൂമൻ ബീയിങ്സ് എന്ന്. അപ്പോൾ നമുക്ക് എത്രയൊക്കെ ടെക്നോളജി എനേബിൾഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, അയാൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അയാൾ തോന്നുന്ന ട്രസ്റ്റൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതുതന്നെയാണ്. സോ നമുക്ക് മാർക്കറ്റിങ്ങിലും എന്താണ് അത്തരത്തിലുള്ള സ്കിൽസ് ഉള്ളവരെ നമുക്കിപ്പോൾ ഓരോ ദിവസം കഴിയുന്നത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു 2015 ഒരു 10 സെക്കൻഡാണ് ഒരു വ്യക്തിയുടെ അറ്റൻഷൻ സ്പാൻ ആയിരുന്നെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി 2022 എത്തി നിൽക്കുമ്പോൾ 3 സെക്കൻഡാണ്. ഏതൊരു വ്യക്തിക്കാണോ കസ്റ്റമറിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ക്യാമ്പയിൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, 3D ക്യാമ്പയിൻസും അതിനുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ എനേബിൾ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ഭയങ്കര സ്കോപ്പായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരിക്കൽ കൂടി പറയാം, മെറ്റാവേഴ്സ് ലോകത്ത് നിങ്ങൾക്ക് വേണ്ട സ്കില്ലെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത്: ഡിസൈൻ തിങ്കിങ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള സ്കില്ല്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജികളിലുള്ള സ്കില്ല്, ഗെയിം എഞ്ചിൻ ലൈക്ക് യൂണിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സ്കില്ല്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ്. ഇത്തരം സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡെഫിനറ്റ്ലി മെറ്റാവേഴ്സ് ലോകത്തൊരു ഫോർച്യൂൺ ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.